ഹരേ കൃഷ്ണ. മഹാഭാരതത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ മഹാഭാരതത്തിൻ്റെ ചർച്ചയിൽ നമ്മൾ ഭീഷ്മർ ചർച്ചയിലാകുന്ന ഒരു ഭാഗമാണ് പഠിച്ചത്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആ ഒരു രംഗത്തിൽ നിന്ന് പഠിക്കാൻ കഴിഞ്ഞു. ഭഗവാന്റെ ഭക്തവത്സലത, പിന്നെ ധർമ്മത്തിനെതിരെ എത്ര വലിയ ശക്തനായിട്ടുള്ള ഒരു വ്യക്തി നിൽക്കുകയാണെങ്കിലും ആ വ്യക്തിക്ക് ഒരിക്കലും ധർമ്മത്തെ തോൽപ്പിക്കാൻ കഴിയില്ല എന്ന മഹത്തായിട്ടുള്ള ഒരു സത്യം നമ്മൾ പഠിച്ചു ഭീഷ്മരുടെ ആ വീഴ്ചയിലൂടെ. പിന്നെ ഭീഷ്മരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഇഷ്ടങ്ങളെയെല്ലാം ത്യജിച്ചു. സത്യത്തെ സംരക്ഷിക്കാനായിട്ട്, അദ്ദേഹം നൽകിയ ആ വാക്കിനെ സംരക്ഷിക്കാനായിട്ട് നിസ്സഹായനായിട്ട് ഒരു തരത്തിലുള്ള സഹായ സഹകരണവും ഇല്ലാത്ത ഒരു കൂട്ടം ആൾക്കാരുടെ ഇടയിൽ അദ്ദേഹം ഒറ്റയ്ക്ക് അദ്ദേഹത്തിൻ്റെ ധർമ്മം പാലിച്ചുകൊണ്ടേയിരുന്നു. സർവോപരി ഭഗവാന്റെ നല്ല ഒരു ഭക്തനും കൂടെയാണ്. അതിങ്ങനെയുള്ളൊരു ഭക്തൻ അധർമ്മം ചെയ്യുന്നത് എങ്ങനെയെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിക്കും. പക്ഷേ ഭഗവാന്റെ ആ ഒരു ലക്ഷ്യത്തിൽ ഒരു ആവുകയായിരുന്നു ഭീഷ്മരും. കാരണം ഭൂഭാരം തീർക്കാൻ ഭീഷ്മരും ഭഗവാനെ സഹായിക്കുകയാണ്. പാണ്ഡവപക്ഷത്തുള്ള രാജാക്കന്മാരെല്ലാവരും ധർമ്മിഷ്ഠരാണെങ്കിലും അവരും ഈ ലോകത്തിൽ നിന്നും പോകേണ്ടതായിട്ടുള്ള ഒരു ആവശ്യകതയുണ്ട്. കാരണം ഇനി കലിയുഗം വരേണ്ട സമയമായി. അന്നേരം ഇവരൊക്കെ കലിയുഗത്തിൽ ജീവിക്കാൻ യോഗ്യരല്ല. കാരണം അത്രത്തോളം യോഗ്യരായിട്ടുള്ള ആൾക്കാരാണ്. അന്നേരം ഇങ്ങനെയുള്ള വ്യക്തികളൊക്കെ ഭാരതവർഷത്തിൽ ജീവിച്ചിരിക്കുമായിരുന്നുവെങ്കിൽ ഒരിക്കലും മറ്റ് രാജാക്കന്മാർക്ക് ഇവരെ ആരെ ആക്രമിക്കാൻ കഴിയത്തുമില്ല. അത്രയ്ക്ക് ശക്തരായിട്ടുള്ള യോദ്ധാക്കളായിരുന്നു. ഈ ലോകം മുഴുവൻ ഈ ഭരണാധികാരികളുടെ കീഴിലായിരുന്നു. അത്രയ്ക്ക് ശക്തരായിട്ടുള്ള യോദ്ധാക്കളായിരുന്നു. അതിരഥികൾ എന്നൊക്കെ പറഞ്ഞ് ഇവരുടെ ഈ പല ദിവ്യാസ്ത്രങ്ങളും ഉണ്ട്. ഒരേ സമയത്ത് 10,000 യോദ്ധാക്കളും അസംഖ്യം യോദ്ധാക്കളുമായിട്ടൊക്കെ യുദ്ധം ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ശക്തരായിട്ടുള്ള യോദ്ധാക്കളാണ്. അന്നേരം അവരും ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അതിനെല്ലാം പല പല കാരണങ്ങളായതാണ്. ഇതൊന്നും ഒരു കെട്ടുകഥയല്ല, ഇത് ഇതിഹാസമാണ് മഹാഭാരതം എന്ന് പറയുന്നത്. ഇനി ഭീഷ്മർ ശരശയ്യയിലായതിനു ശേഷം എന്തൊക്കെയാണ് മഹാഭാരത യുദ്ധത്തിൽ നടന്നത്, കുരുക്ഷേത്ര ഭൂമിയിൽ എന്തൊക്കെയാണ് നടന്നത് നമുക്ക് നോക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. നഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികി. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓമജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനാശലാഘായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരുവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മह्यं ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവാംശ്ച ശ്രീരൂപം സാഗ്രജാതം സഹഗണരഘുനാഥാന്വിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാകൃഷ്ണപാദാൻ സഹഗണലളിതാ ശ്രീവിശാഖാന്വിതംശ്ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാകസ്വാമിനിതി നാമിനി. നമാചാര്യപാദായ നിതായ കൃപപ്രദായിനി ഗൗരകഥാധാമതായ നഗരഗ്രാമതാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്തസ്വാമിനിതി നാമിനി. നമസ്തേ സാരസ്വതേ ദേവേ ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിസിദ്ധാന്ത സരസ്വതീതി നാമിനി. ശ്രീവാഷവാനവീ ദേവീ ദൈതായ കൃപാബ്ദയേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനേ പ്രഭവേ നമഃ. മാധുര്യോജ്വലപ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദ ശ്രീഗൗരകരുണാശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിതാവസിദ്ധാന്തദ്വന്ദ്വഹാരിണേ.
നമോ ഗൗരകിശോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തയെ വിപ്ലംബരസാംഭൂതേ പാദാംബുജായതേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനെ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗമനായതേ ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായതേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്രിസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തികം. വാഞ്ചാകൽപതരുഭ്യശ്ച കൃപാസിന്ധുഭ്യ ഏവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. जय हे कृष्णा करुणा सिंधो दीनबंधो जगत्पते गोपेश गोपिका कांता राधा कांता नमोस्तुते. जयदां सुरदो पंगोर्मम मंदमतेर्गतिमत्सर्वस्य पादा मोजो राधा मदनमोहनो दिव्यवृन्दारण्यकल्पद्रुमद श्रीमद्रत्नाकरसिंहासनस्थो श्रीमद् राधा श्रीलगोविन्ददेवो प्रेष्ठालभिर्सेव्यमानो स्मरामि. श्रीमन्रासरसारम्भी वंशीवरत्तटस्थितः कर्षन् वेणुस्मनेर्गोपीर्गोपीनाथश्रीस्तुना तप्तकाञ्चन गौराङ्गी राधे वृन्दावनेश्वरी वृषभानुसुते देवी प्रणमामि हरिप्रिये प्रणमामि हरिप्रिये प्रणमामि हरिप्रिये. जय श्रीकृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासवती गौरभक्तवृन्द. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासवती गौरभक्तवृन्द. हरे कृष्णा कृष्ण कृष्ण हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. हरे कृष्ण 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 हरे 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 राम 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 हरे हरे. मूकं करोति वाचालं भङ्गं रङ्गायते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओं तत्सत्. ഹരേ കൃഷ്ണ. ചർച്ച തുടരാം. അടുത്ത അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം. ഭീഷ്മര് ശരശയ്യയിൽ ആയി എന്നുള്ള വാർത്ത ധൃതരാഷ്ട്രർ കേട്ടപ്പോൾ ധൃതരാഷ്ട്രർ ഉറക്കെ വിലപിക്കാൻ തുടങ്ങി. അദ്ദേഹത്തിൻ്റെ ആ കരച്ചിലിൻ്റെ ശബ്ദം ആ സഭയിൽ മൊത്തം ആ ശബ്ദം വ്യാപിക്കാൻ തുടങ്ങി. അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങുവാൻ, ഭീഷ്മർ എങ്ങനെ വീണു? അദ്ദേഹത്തെ പോലെ ശക്തനായിട്ടുള്ളൊരു യോദ്ധാവ് ഈ ലോകത്ത് വേറെയില്ല. അദ്ദേഹം സാക്ഷാൽ ദേവേന്ദ്രനെ പോലെ ശക്തനായിട്ടുള്ളൊരു യോദ്ധാവും സാക്ഷാൽ മരണത്തെ പോലും നിയന്ത്രിക്കാൻ കഴിയുന്ന ഒരാളാണ്. അങ്ങനെയുള്ള ഭീഷ്മർ എങ്ങനെയാണ് ഇങ്ങനെ വീണത്? ശിഖണ്ഡിയും അർജുനും എങ്ങനെ ഭീഷ്മരെ വീഴ്ത്താനുള്ള കാരണമായി മാറി? ആരെന്തൊക്കെ പറഞ്ഞാലും ധൃതരാഷ്ട്രരെ ആശ്വസിപ്പിക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. സഞ്ജയൻ സ്വയം കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ധൃതരാഷ്ട്രയുടെ പാദത്തിൻ്റെ ഭാഗത്തായിട്ടിരിക്കുകയായിരുന്നു, തലകുനിച്ചുകൊണ്ട്. കരഞ്ഞുകൊണ്ട് ധൃതരാഷ്ട്ര പറയുകയാണ്, 10 ദിവസം തുടർച്ചയായിട്ട് ശത്രുക്കളെല്ലാം വധിച്ചതിന് ശേഷം അവരെല്ലാം നശിപ്പിച്ചതിന് ശേഷം ഏറ്റവും മാനുഷികമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് സൂര്യൻ അസ്തമിക്കുന്ന പോലെ അദ്ദേഹം അസ്തമിച്ചിരിക്കുകയാണ്. എൻ്റെ തെറ്റായിട്ടുള്ള തീരുമാനങ്ങൾ കാരണം ഈ ഭരതവംശത്തിലെ ഏറ്റവും വലിയ അഭിമാനമാണ് ഇന്ന് തീർന്നിരിക്കുന്നത്. ലക്ഷക്കണക്കിന് യോദ്ധാക്കളെ വധിച്ച അദ്ദേഹം ഇപ്പോൾ സ്വയം മരണം കാത്തു നിൽക്കുകയാണ്. സാക്ഷാൽ പരശുരാമ സ്വാമിക്ക് പോലും തോൽപ്പിക്കാൻ പറ്റാത്ത ആളെ എങ്ങനെയാണ് ആർക്കെങ്കിലും കീഴ്പ്പെടുത്താൻ കഴിയുന്നത്? അദ്ദേഹം അസാമാന്യ ശക്തിയുള്ള ഒരു അധിരഥനാണ്. അങ്ങനെയുള്ള വ്യക്തിയെ ആർക്കാണ് കീഴ്പ്പെടുത്താൻ കഴിയുക? എന്നിട്ട് ധൃതരാഷ്ട്രർ പറയുകയാണ്, ഭീഷ്മർ വീണു എന്ന വാർത്ത കേട്ടതിൽ പിന്നെ
എനിക്ക് ഒന്നിനോടും താല്പര്യമില്ല എന്ന് പറയുകയാണ്. എന്നിട്ട് സഞ്ജയനോട് പറയുകയാണ്, വിശദമായിട്ട് എനിക്ക് പറഞ്ഞു നൽകൂ ഓരോരോ കാര്യങ്ങൾ, ഭീഷ്മർ എങ്ങനെ വീണു എന്നതിനെക്കുറിച്ച്. കാരണം ഭീഷ്മർ ശരശയിലായി എന്നൊരു കാര്യം മാത്രമായിരുന്നു സഞ്ജയൻ പറഞ്ഞത്. പക്ഷെ അതെങ്ങനെ സംഭവിച്ചു എന്ന് മാത്രം സഞ്ജയൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോൾ സഞ്ജയൻ വിശദമായിട്ടത് പറയാൻ തുടങ്ങിയപ്പോൾ ഭയത്തോടു കൂടി, വളരെ വേദനയോടുകൂടി ധൃതരാഷ്ട്ര അത് കേട്ടുകൊണ്ടേയിരുന്നു. സഞ്ജയൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയായിട്ട് കണ്ണീര് വരികയായിരുന്നു ആ ഒരു ദൃശ്യം കൺമുന്നിൽ കണ്ടപ്പോൾ. എല്ലാം വിശദമായിട്ട് വിവരിച്ചതിന് ശേഷം സഞ്ജയനും കരഞ്ഞു, ധൃതരാഷ്ട്രനും കരഞ്ഞു. എന്നിട്ട് ധൃതരാഷ്ട്ര പറയുകയാണ്, ഞാൻ വളരെ കഠോര ഹൃദയനാണ്. കാരണം ഇത്രയും വിഷമമുള്ളൊരു വാർത്ത കേട്ടിട്ടും എൻ്റെ ഹൃദയം എന്തുകൊണ്ട് തകർന്നു പോകുന്നില്ല. സത്യസന്ധത, ആത്മാർത്ഥത, അസാമാന്യ ബുദ്ധി, രാജതന്ത്രം, ഇതെല്ലാം ഒരളവില്ലാത്തത്രത്തോളം ഭീഷ്മരിലുണ്ടായിരുന്നു, തേജസ്വിയായ ഭീഷ്മരിൽ. അങ്ങനെയുള്ള ഒരു ഭീഷ്മരെ ആർക്കാണ് തോൽപ്പിക്കാൻ കഴിയുക? ഭീഷ്മരെ പോയതോടുകൂടി എൻ്റെ മക്കൾ ഒറ്റയ്ക്കായിരിക്കുകയാണ്. നമ്മുടെ സൈന്യം ഒരു നാഥനില്ലാതെ ആയിരിക്കുകയാണ്. നമ്മൾ തന്നെയാണ് നമ്മുടെ പിതാമഹൻ്റെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം. നമ്മളിനി ജീവിച്ചിരുന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ ധൃതരാഷ്ട്രർ പറയുകയാണ്. അങ്ങനെ ആ ഇരുട്ടുള്ള ആ സഭയിൽ ധൃതരാഷ്ട്രർ നിശബ്ദനായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ സേവകരടുത്ത് നിന്ന് ചാമരം വീശിക്കൊണ്ടിരിക്കുകയാണ്. അതേസമയത്ത് സംഗീത വിദ്വാൻമാർ ആ ഒരു ധൃതരാഷ്ട്രയുടെ ഭാവത്തെ മനസ്സിലാക്കി ദുഃഖമായിട്ട് ബന്ധപ്പെട്ട രാഗങ്ങളിൽ പല പാട്ടുകളും അവിടെ പാടാൻ തുടങ്ങി. ബ്രാഹ്മണരും പല പല വേദമന്ത്രങ്ങളും അവിടെ ഉരുവിടാൻ തുടങ്ങി. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ധൃതരാഷ്ട്രർ യുദ്ധത്തിൽ നടന്ന കാര്യങ്ങളെ വിശദമായിട്ട് പറയാൻ സഞ്ജയനോട് പറയും. ഭീഷ്മർ പോയ ആ അവസാന ദിവസം എന്തൊക്കെയാണ് നടന്നതെന്ന് പറയും. ആരൊക്കെ ഭീഷ്മരെ സഹായിക്കാനായിട്ട് യുദ്ധം ചെയ്തു, ആരൊക്കെ അദ്ദേഹത്തിൻ്റെ പുറയിൽ നിന്ന് യുദ്ധം ചെയ്തു, എൻ്റെ മക്കൾ ആ ഭീഷ്മരെ സംരക്ഷിക്കാനായിട്ട് എന്തൊക്കെയാണ് ചെയ്തത്, ഭീഷ്മർ പാണ്ഡവരുമായിട്ട് ഏറ്റുമുട്ടുന്നതിൻ്റെ ഇടയിൽ മറ്റേത് യുദ്ധങ്ങളൊക്കെയാണ് നടന്നത് എന്ന് പറയാം. ആ ദിവസം നടന്ന ഓരോ കാര്യങ്ങളും വിശദമായിട്ട് അറിയാതെ ഇന്നെനിക്ക് വിശ്രമിക്കാൻ കഴിയില്ല. സഞ്ജയൻ ഓരോരോ കാര്യങ്ങളും വളരെ സൂക്ഷ്മതയോടുകൂടിയും വിശദമായിട്ടും പറഞ്ഞു കൊടുത്തു. ധൃതരാഷ്ട്ര ശ്രദ്ധയോടുകൂടി എല്ലാ കാര്യങ്ങളും കേട്ടു. സഞ്ജയൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നേരം പുലർത്തു. രാജാവിന് ഉറങ്ങാനായിട്ട് താല്പര്യമില്ലായിരുന്നു ധൃതരാഷ്ട്രർക്ക്. ധൃതരാഷ്ട്രർ പറഞ്ഞു, മരണത്തെ നമുക്കൊരിക്കലും തടയാൻ കഴിയില്ല. കാലചക്രം വളരെ ശക്തമാണ്. കാലചക്രം എല്ലാവരെയും നാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കും. സഞ്ജയ, എനിക്ക് പറഞ്ഞു നൽകൂ, ഭീഷ്മരുടെ വീഴ്ചയ്ക്ക് ശേഷം എൻ്റെ മക്കൾ എന്താണ് ചെയ്തത്? അടുത്ത സേനാപതിയായിട്ട് ആരെയാണ് അവർ തിരഞ്ഞെടുത്തത്? അവർക്ക് എങ്ങനെയാണ് യുദ്ധം തുടരാനായിട്ടുള്ള ഒരു പ്രചോദനം ലഭിച്ചത് എന്ന് പറയും. അങ്ങനെ സൂര്യൻ ഉദിക്കാറായപ്പോൾ സഞ്ജയൻ ധൃതരാഷ്ട്രരോട് 10ാമത്തെ ദിവസം അവസാനം, അതായത് ഭീഷ്മർ പോയതിനു ശേഷം കുരുക്ഷേത്ര ഭൂമിയിൽ നടന്ന കാര്യങ്ങൾ പറയുകയാണ്. അതിനുശേഷം രണ്ടുപേരും പൂജാതി കർമ്മങ്ങൾ ചെയ്യാനായിട്ട് പോവുകയാണ്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം, സന്ധ്യാവന്ദനവും എല്ലാം കഴിഞ്ഞതിന് ശേഷം അവർ വീണ്ടും സഭയിലെത്തുകയാണ്. സഭാമന്ദിരത്തിലെത്തി 11ാം ദിവസത്തെ കാര്യങ്ങൾ വിവരിക്കുകയാണ് സഞ്ജയൻ. അന്നേരം നമുക്ക് നോക്കാം എന്താണ് അവിടെ സംഭവിക്കുന്നത്.
10ാമത്തെ ദിവസം എല്ലാവരും ഭീഷ്മർ വീണതിന് ശേഷം എല്ലാ രാജാക്കന്മാരും ഭീഷ്മരെ പിരിഞ്ഞു പോയി. ആ സമയത്ത് കർണൻ ആരും അറിയാതെ ഒറ്റയ്ക്ക് യുദ്ധകളത്തിലേക്ക് എത്തുകയാണ്. ചന്ദ്രൻ ഉദിച്ചു നിൽക്കുന്നു കിഴക്ക് ദിശയിലേക്ക്. കർണൻ്റെ ചുവന്ന കുതിരയിൽ യുദ്ധകളത്തിലൂടെ പോവുകയാണ്. അവിടെ ഭീകരമായിട്ടുള്ള ആ ദൃശ്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് യോദ്ധാക്കൾ വീണ് കിടക്കുന്നു. അവരുടെ ശവങ്ങളെല്ലാം, ചില യോദ്ധാക്കൾ പകുതി ജീവനോട് കൂടി കിടക്കുന്നു, ചിലവർ ഏകദേശം മരിക്കാറായി കിടക്കുന്നു. ഒരുപാട് കഴുകന്മാരും കഴുതപ്പുലികളും അവിടെയെല്ലാം വന്ന് ഓരോ യോദ്ധാക്കളുടെയും ശവങ്ങളെ കടിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അതിലൂടെയൊക്കെ മുന്നോട്ട് പോകാനുള്ള വഴി കണ്ടുപിടിച്ച് അവസാനം ഭീഷ്മർ കിടക്കുന്ന, ശരശയിൽ കിടക്കുന്ന ആ ഭാഗത്തേക്ക് എത്തുകയാണ്. ഭീഷ്മർ കിടക്കുന്ന ആ ഭാഗം കണ്ടുപിടിക്കാൻ കർണന് അധികം ബുദ്ധിമുട്ടുണ്ടായില്ല. കാരണം 100 യോദ്ധാക്കൾ ഭീഷ്മരെ സംരക്ഷിക്കാനായിട്ട് അവിടെ ഉണ്ടായിരുന്നു. അവരെല്ലാം പന്തം പിടിച്ചിങ്ങനെ നിൽക്കുകയാണ്. കാരണം ഏതെങ്കിലും വന്യമൃഗങ്ങൾ വരുവാണെങ്കിൽ അവരെ ഒട്ടിക്കാനായിട്ട്. കർണൻ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി ഭീഷ്മരുടെ കാൽക്കൽ വീണു. തൊണ്ടയിടറിക്കൊണ്ട് പറഞ്ഞു, ഭീഷ്മരെ, ഞാൻ കർണനാണ്. അങ്ങെപ്പോഴും ശത്രുഭാവത്തോടു കൂടി കണ്ട അതേ കർണനാണ് ഞാൻ. ഭീഷ്മർ കണ്ണു തുറന്നു. എന്നിട്ട് കർണനെ നോക്കി. ചുറ്റുമുള്ള യോദ്ധാക്കളോടെല്ലാം മാറാൻ പറഞ്ഞു. എന്നിട്ട് കർണനോട് വളരെ അടുത്ത് വരാൻ പറഞ്ഞു. വളരെ വാത്സല്യത്തോടു കൂടി പറഞ്ഞു, മോനെ, നീ അടുത്തു വരൂ. നീ എപ്പോഴും എൻ്റെ ഒരു എതിരാളിയെ പോലെയായിരുന്നു. കാരണം നീ എപ്പോഴും എന്നെ ഒരു മത്സരാർത്ഥിയായിട്ടായിരുന്നു കണ്ടിരുന്നത്. എന്തായാലും നീ ഇന്നിവിടെ വന്നത് നന്നായി. അല്ലെങ്കിൽ നിനക്ക് ശുഭമായിട്ടൊന്നും നടക്കത്തില്ലായിരുന്നു. നീ നിൻ്റെ ഉള്ളിൽ ആ പകയും വിദ്വേഷം വെച്ചു പുലർത്തിയിരുന്നുവെങ്കിൽ നിനക്ക് മുന്നോട്ടുള്ള ഒരു കാര്യങ്ങളും സത്മാർഗത്തിലേക്ക് പോകത്തില്ലായിരുന്നു. ഭീഷ്മർക്ക് കർണനോട് ഒരു വിരോധവും തോന്നിയില്ല. ഭീഷ്മർ എപ്പോഴും കർണനെ വഴക്ക് പറഞ്ഞതെല്ലാം കർണനോടുള്ള ഒരു വാത്സല്യം കൊണ്ടായിരുന്നു. കാരണം ഭീഷ്മർക്ക് നന്നായിട്ട് അറിയാമായിരുന്നു കർണൻ ആരാണെന്നും. അതുകൂടാതെ കർണൻ്റെ നന്മ ആഗ്രഹിച്ച് തന്നെയായിരുന്നു എപ്പോഴും ഭീഷ്മർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഭീഷ്മർ ചെറുതായിട്ട് ഭീഷ്മരുടെ തലയൊന്ന് ഉയർത്തി. എന്നിട്ട് പറഞ്ഞു, കർണ, നീ യഥാർത്ഥത്തിൽ നീ സൂതപുത്രനല്ല, നീ കുന്തിപുത്രനാണ്. അതിരഥനല്ല നിൻ്റെ അച്ഛൻ, നീ സൂര്യപുത്രനാണ്. ഇത് സാക്ഷാൽ നാരദ മഹർഷിയിൽ നിന്നും വ്യാസ മഹർഷിയിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. അതൊരിക്കലും അസത്യമാകത്തില്ല. മോനെ, എനിക്ക് നിന്നോട് ഒരു വിരോധമില്ല. ഒരു മിനിറ്റ്. അപ്പോൾ ഭീഷ്മർ കർണനോട് പറയുകയാണ്, നീ യഥാർത്ഥത്തിൽ സൂതപുത്രനല്ല, നീ സൂര്യപുത്രനാണ്. ഇത് നാരദ മഹർഷിയിൽ നിന്നും വ്യാസ മഹർഷിയിൽ നിന്നും ഞാൻ കേട്ടതാണ്. അതൊരിക്കലും അസത്യമാകത്തില്ല. എനിക്ക് നിന്നോട് ഒരു ശത്രുതയോ പകയോ വിദ്വേഷമോ ഇല്ല. ഞാൻ നിന്നോട് എപ്പോഴും ശക്തമായിട്ട് സംസാരിച്ചത് അത് നിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമായിരുന്നു. നീ വഴിതെറ്റി പോകുന്നതിൽ നിന്ന് നിന്നെ രക്ഷിക്കാൻ വേണ്ടി മാത്രമായിരുന്നു. നീ ഒരു കാര്യമില്ലാതെ പാണ്ഡവരെ എപ്പോഴും കുറ്റപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ആ ഒരു സ്വഭാവത്തെ തിരുത്താൻ വേണ്ടിയായിരുന്നു ഞാനിതെപ്പോഴും സംസാരിച്ചുകൊണ്ടിരുന്നത്. കർണൻ ഭീഷ്മരുടെ ഭാഗത്തേക്ക് കുനിഞ്ഞ് കേൾക്കുകയായിരുന്നു. ഭീഷ്മരുടെ ഈ അവസ്ഥ കണ്ടിട്ട് കർണൻ്റെ കണ്ണിൽ നിന്ന് കണ്ണീരൊഴുകുകയാണ്. പല പ്രാവശ്യവും അവർ തമ്മിൽ തർക്കിച്ചിട്ടുണ്ടെങ്കിലും കർണൻ്റെ ഉള്ളിൽ എപ്പോഴും പിതാമഹനോട് ബഹുമാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഭീഷ്മരുടെ ആ ശൗര്യവും വീര്യവും ശക്തിയും അത് കർണന് നന്നായിട്ട് അറിയായിരുന്നു. പിന്നെ കർണൻ ഭീഷ്മർ പറയുന്ന വാക്ക് ഒരിക്കലും അസത്യമല്ല,
അത് കേൾക്കാൻ വളരെ കയ്പുള്ളതായിട്ട് തോന്നുന്നുണ്ടെങ്കിലും അത് എൻ്റെ നന്മയ്ക്കായിരുന്നു എന്ന് കർണനും അറിയായിരുന്നു. ഇപ്പോഴും ഭീഷ്മർക്ക് നല്ല വേദന ഉണ്ട്. ആ അസ്ത്രങ്ങളൊക്കെ തുളച്ചു കയറിയതിൻ്റെ ആ വേദന കാരണം ഭീഷ്മർ കണ്ണടച്ചുകൊണ്ട് പറയുകയാണ്, കർണ, നിൻ്റെ ജന്മം തന്നെ പാപത്തിലൂടെയാണ്. കാരണം ഇത് പൂർവ്വജന്മത്തിൻ്റെ അതും കൂടെ പറയുകയാണ്. കാരണം പൂർവ്വജന്മത്തിൽ ഒരു രാക്ഷസനായിരുന്നല്ലോ. അതുകൊണ്ട് നിൻ്റെ ബുദ്ധി എപ്പോഴും തെറ്റായിട്ടുള്ള ദിശകളിലേക്ക് പോകുമായിരുന്നു. അത് നിൻ്റെ കുറ്റമല്ല. അതുകൊണ്ട് നീ വഴിതെറ്റി പോകാതിരിക്കാൻ ഞാൻ എപ്പോഴും നിന്നെ ഓരോ കാര്യങ്ങൾ പറഞ്ഞു നൽകുമായിരുന്നു. പക്ഷെ എന്നാലും നിൻ്റെ ശക്തി അർജുൻ്റെ അടുത്ത് തന്നെ എത്തുന്ന രീതിയിലാണ്. നിനക്ക് അത്രത്തോളം ശക്തിയുണ്ട്. നീ ബ്രാഹ്മണരെ ബഹുമാനിക്കുന്ന ആളാണ്. നീ എപ്പോഴും ധർമ്മം പാലിക്കുന്ന ആളാണ്. നീ തീർച്ചയായിട്ടും ഒരു ദേവനാകേണ്ട എല്ലാ യോഗ്യതയും നിനക്കുണ്ട്. നിന്നോടുള്ള എന്തെങ്കിലും ഒരു ശത്രുത, വിരോധം എൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ അതെല്ലാം ഞാനിപ്പോൾ ഉപേക്ഷിക്കുകയാണ്. നീ എനിക്കായിട്ട് എന്തെങ്കിലും നന്മ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, എന്നെ സന്തോഷിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, നീ നിൻ്റെ സഹോദരങ്ങളുമായിട്ട് ഒത്തുചേരും, പാണ്ഡവരുമായിട്ട് ഒത്തുചേരും. അതോടുകൂടി ഈ യുദ്ധമെല്ലാം അവസാനിക്കട്ടെ. ദുര്യോധനും പാണ്ഡവരുമായിട്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ജീവിക്കട്ടെ. കർണൻ്റെ തല താഴ്ന്നു. എന്നിട്ട് പറഞ്ഞു, ഞാനിതെല്ലാം അറിയുന്നു പിതാമഹ. എനിക്കറിയാം ഞാൻ കുന്തിപുത്രനാണ്. പക്ഷെ കുന്തി ദേവി എന്നെ ഉപേക്ഷിച്ചു. എന്നെ ഒരു സൂതനാണ് വളർത്തിയത്. ദുര്യോധനൻ്റെ സമ്പത്തും സൗഹൃദവും ഇത്രയും കാലം ഞാൻ ആസ്വദിച്ചു. ഇനി ദുര്യോധനൻ്റെ പ്രതീക്ഷകൾ എങ്ങനെ എനിക്ക് തകർക്കാൻ കഴിയും? എൻ്റെ സമ്പത്ത്, മക്കൾ, ഭാര്യ, എൻ്റെ ശരീരം, എൻ്റെ മാനം വരെ ഉപേക്ഷിച്ച് ഞാൻ ദുര്യോധനു വേണ്ടി എല്ലാ നന്മയും ചെയ്യാൻ ശ്രമിക്കും. അവനെ സന്തോഷിപ്പിക്കാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ പാണ്ഡവർക്കെതിരെ ശത്രുത പുലർത്തിയിരുന്നത്. എനിക്കിതിൻ്റെ ഭവിഷ്യത്ത് എന്താണെന്നറിയാം. കാരണം പാണ്ഡവരുടെ ഭാഗത്താണ് ധർമ്മം എന്നും എനിക്കറിയാം. എന്നിട്ടൊന്ന് ആലോചിച്ച് നോക്കണം. പല പ്രാവശ്യവും നമ്മൾ സീരിയലിൽ, മഹാഭാരതത്തിലൊക്കെ കർണനെയൊക്കെ വളരെ ഉയർത്തി കാണിക്കുന്നു. ഇവിടെ കർണൻ്റെ യഥാർത്ഥ മാനസികാവസ്ഥ നമ്മൾ മനസ്സിലാക്കും. കർണൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു കർണൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന്, ദുര്യോധനൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെന്ന്. പക്ഷേ കർണൻ ദുര്യോധനൻ്റെ ആ സ്വത്ത് വകകളൊക്കെ ആസ്വദിച്ചുകൊണ്ട് അത് ഉപയോഗിക്കുന്നുണ്ട്. ഒരിക്കലും ദുര്യോധനോട് അത്രത്തോളം കടപ്പാടുണ്ടായതുകൊണ്ട് ആ സ്വത്തുകൾ നൽകിയതിൻ്റെ ഒരു പ്രതിബദ്ധത അത് ഉപേക്ഷിക്കാൻ പറ്റാത്തതാണ് എന്നാണ് കർണൻ ചിന്തിക്കുന്നത്. അന്നേരം അവിടെ സ്വത്ത് വകകൾ നൽകിയതിൻ്റെ ഒരു നന്ദിയാണ് അവിടെ കർണൻ കാണിക്കുന്നത്, അല്ലാതെ ധാർമ്മിക ബോധമല്ല. കർണൻ തന്നെ അംഗീകരിക്കുന്നു കർണൻ്റെ ഭാഗത്തും ദുര്യോധനൻ്റെ ഭാഗത്തും തെറ്റുണ്ട് എന്ന്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കർണൻ ചുറ്റും എല്ലായിടത്തും നോക്കി. യുദ്ധക്കളത്തിൽ എല്ലാം ശവങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്ത ദിവസം കർണൻ സ്വയം യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങിയാണ്. ഈ 10 ദിവസവും കർണൻ കാത്തു നിൽക്കുകയായിരുന്നു യുദ്ധത്തിന് വേണ്ടി. ദുര്യോധനൻ്റെ ഓരോ യോദ്ധാക്കളും മരിച്ചു വീഴുന്നത് കേട്ടിട്ട് കർണൻ എപ്പോഴും ഒരുപാട് വിഷമം തോന്നുമായിരുന്നു. സുഹൃത്തിനോടുള്ള ആ നന്ദി, കടപ്പാട് നിറവേറ്റാനുള്ള, അതിന് പ്രത്യുപകാരം ചെയ്യാനുള്ള ഒരു അവസരത്തിന് വേണ്ടി കർണൻ കാത്തിരിക്കുകയായിരുന്നു. ആ ഒരു അവസരം ഇപ്പോൾ കിട്ടി. അപ്പോൾ കർണൻ കൈ കൂപ്പി നമസ്കരിച്ചിട്ട് പറഞ്ഞു, എനിക്ക് പാണ്ഡവരോടുള്ള ശത്രുത ഒരിക്കലും അകറ്റാൻ കഴിയില്ല. എനിക്കറിയാം അവരെ തോൽപ്പിക്കാൻ കഴിയില്ല. കാരണം സാക്ഷാൽ വസുദേവരുടെ പുത്രനായ ഭഗവാൻ വാസുദേവൻ തന്നെയാണ് അവരെ സംരക്ഷിക്കുന്നത്. പക്ഷെ എന്നാലും എനിക്ക് യുദ്ധം ചെയ്തേ പറ്റൂ. അതുകൊണ്ട് അങ്ങ് എനിക്ക് അനുവാദം നൽകണം. പിന്നെ ഞാൻ പല പ്രാവശ്യവും അങ്ങേ ക്രൂര വാക്കുകൾ കൊണ്ട് വേദനിപ്പിച്ചിട്ടുണ്ട്. ഇതിനെല്ലാം എനിക്ക് മാപ്പ് നൽകണമെന്ന് പറഞ്ഞു. ഇതും നമുക്ക് വലിയൊരു പാഠമാണ്.
വ്യാസമഹർഷി കർണൻ്റെ ഭാഗത്തു നിന്നുള്ള നന്മകളും കാണിക്കുന്നുണ്ട്, തെറ്റുകളും കാണിക്കുന്നുണ്ട്. പക്ഷേ സീരിയലുകളിലും പല വ്യക്തികൾ അവരുടേതായിട്ടുള്ള രീതിയിൽ മഹാഭാരതം എഴുതുമ്പോൾ അതിൽ കർണൻ്റെ തെറ്റുകളെയും അവർ ശരിയെന്നുള്ള രീതിയിൽ കാണിക്കാൻ തുടങ്ങും. എന്നിട്ട് പാണ്ഡവരുടെ ഭാഗത്തു നിന്നാണ് പൂർണ്ണമായിട്ടും തെറ്റെന്ന് കാണിക്കുക. അത് തെറ്റാണ്. ഇപ്പോൾ കർണൻ ഇവിടെ എന്താണ് പറഞ്ഞത് അത് അതേപോലെ തന്നെ പറയുകയാണ്. അന്നേരം അവരാരായിരുന്നു, അവർ എങ്ങനെയുള്ള വ്യക്തികളായിരുന്നു എന്ന് നമ്മൾ വ്യാസമഹർഷിയുടെ മഹാഭാരതത്തിൽ നിന്ന് തന്നെയാണ് പഠിക്കേണ്ടത്. അല്ലാതെ ആരെങ്കിലുമൊക്കെ എഴുതി അവരുടേതായിട്ടുള്ള രീതിയിൽ മഹാഭാരതത്തെ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ അത് പിന്നെ നമുക്ക് ഒരിക്കലും സ്വീകരിക്കാൻ കഴിയില്ല. ഓരോ സീരിയലുകളും സിനിമകളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ ആദ്യമേ മഹാഭാരതത്തിൻ്റെ ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട പുരാണങ്ങളുടെ ആണെങ്കിൽ പോലും ആ പുരാണങ്ങളുടെ പേരാണ് അവരവിടെ കൊടുക്കുന്നത്. എന്നിട്ട് അത് തുടങ്ങുന്നതിന് മുമ്പേ അവരുടെ ഭാഗം ന്യായീകരിക്കാൻ വേണ്ടി, അവരുടെ ഭാഗത്ത് ആരും ഒന്നും കുറ്റം പറയാതിരിക്കാൻ വേണ്ടി ആദ്യമേ എഴുതും. ഇതിലെ കഥാപാത്രങ്ങളും പറയുന്ന കഥകളും എല്ലാം സാങ്കല്പികമാണ്. ഒന്ന് ആലോചിച്ചു പോകണം. അതുകൊണ്ട് ഇത് ഒരു എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ ഒരു മതത്തെയും വിഷമിപ്പിക്കാനോ ഇതിനൊന്നും വേണ്ടിയാണ്. അതോടുകൂടി അവരുടെ ഉത്തരവാദിത്തം കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ മഹാഭാരതം എന്ന പേര് കൊടുക്കുന്നത് എന്തിനാണ്? അങ്ങനെയാണെങ്കിൽ ആ പേര് കൊടുക്കാൻ പാടില്ലല്ലോ. അവിടെ പറയുന്നത് ശ്രീകൃഷ്ണ ഭഗവാനെ കാണിക്കാൻ പാടില്ല, പാണ്ഡവരെ കാണിക്കാൻ പാടില്ല, മറ്റ് ദേവന്മാരെ ഒന്നും കാണിക്കാൻ പാടില്ല. അവരെ കാണിക്കുന്നുകൊണ്ട് എന്നിട്ട് ആൾക്കാരുടെ ആൾക്കാർ ആ സീരിയൽ കാണണമെന്നും ആഗ്രഹിക്കുന്നുണ്ട്. എന്നിട്ട് അത് വെച്ച് കച്ചവടം ചെയ്യാനുള്ള, കാശുണ്ടാക്കാനുള്ള പരിപാടികളാണ്. എന്നിട്ട് എന്തായാലും സീരിയൽ എടുക്കുന്നു. ഈ പിന്നെ നന്നായിട്ട് മഹാഭാരതമൊക്കെ പഠിച്ച് അത് എന്താണോ മഹാഭാരതത്തിൽ എഴുതി അതേപോലെ കാണിച്ചാൽ പോരെ. അല്ലാതെ അവരുടേതായിട്ടുള്ള മാലിന്യങ്ങൾ എന്തിനാണ് അതിനകത്ത് കുത്തിക്കയറ്റാൻ നോക്കുന്നത്, അല്ലേ? ഭീഷ്മർ കർണൻ്റെ മുഖത്ത് നോക്കി. എന്നിട്ട് കർണൻ്റെ ആ ഉറച്ച തീരുമാനം കണ്ടിട്ട് പറഞ്ഞു, ശരി, നിനക്ക് പാണ്ഡവരോടുള്ള ശത്രുത ഉപേക്ഷിക്കാൻ കഴിയുന്നില്ലല്ലോ, ഞാൻ നിനക്ക് അനുമതി നൽകുന്നു. നിൻ്റെ മനസ്സ് സ്വർഗലോക പ്രാപ്തിക്കായിട്ട് ഉറപ്പിക്കുക. എന്നിട്ട് നിൻ്റെ കഴിവിൻ്റെ പരമാവധി യുദ്ധം ചെയ്യുക. അർജുൻ നിന്നെ വധിച്ച് നിന്നെ ഉപരിലോകങ്ങളിലേക്ക് എത്തിക്കും. നിൻ്റെ എല്ലാ ധാർഷ്ട്യവും വിദ്വേഷവും എല്ലാം മാറ്റി നീ നിൻ്റെ കഴിവിൽ മാത്രം വിശ്വസിച്ചുകൊണ്ട് നീ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കുക. എന്നിട്ട് ഒരു ധീരനായ യോദ്ധാവ് മരിക്കുന്ന പോലെ നീയും ഈ ലോകം ഉപേക്ഷിക്കുക എന്ന് ഭീഷ്മർ പറഞ്ഞു. ഇതിൽ കൂടുതൽ ഒരു ക്ഷത്രിയൻ എന്താണ് ആഗ്രഹിക്കാനുള്ളത്? അതുകൊണ്ട് എല്ലാ അനുഗ്രഹവും നിനക്കുണ്ട്. നീ എന്നോട് ക്രൂരമായിട്ടും ധാർഷ്ട്യത്തോടുകൂടി സംസാരിച്ചതെല്ലാം ഞാൻ പൊറുക്കുന്നു എന്ന് ഭീഷ്മർ പറയാം. ഭീഷ്മർ എന്നിട്ട് കണ്ണടക്കുകയാണ്. കർണൻ എഴുന്നേറ്റു, രഥത്തിൽ കയറി അവിടുന്ന് പോവുകയാണ്. ഭീഷ്മർ വീണ്ടും യോഗനിദ്രയിലാവുകയാണ്. 11-ാം ദിവസം സൂര്യൻ ഉദിച്ചതോടുകൂടി പാണ്ഡവരും കൗരവരും വീണ്ടും ഭീഷ്മരെ കാണാൻ വരികയാണ്. ഇരുവരും ബഹുമാനസൂചകമായിട്ട് എല്ലാ ആചാരാനുഷ്ഠാനങ്ങളൊക്കെ ചെയ്തു. പല സേവകർ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ക്ഷേത്രത്തിൽ നിന്ന് കൊണ്ടുവന്ന പ്രസാദമായിട്ടുള്ള ചന്ദനമൊക്കെ പുരട്ടി. പല ധാന്യങ്ങളും അദ്ദേഹത്തിൻ്റെ ദേഹത്ത് എറിഞ്ഞു, പല പുഷ്പങ്ങളും. ആയിരക്കണക്കിന് ആൾക്കാർ അവിടെ ഒത്തുകൂടിയിരുന്നു ഭീഷ്മർ ശർശയിൽ കിടക്കുന്നത് കാണാനായിട്ട്. അദ്ദേഹത്തിൻ്റെ ആ ഉറച്ച തീരുമാനവും അദ്ദേഹത്തിൻ്റെ ആ ധൈര്യവും എല്ലാവരും അത്ഭുതത്തോടു കൂടി നോക്കിയായിരുന്നു. വർഷങ്ങളായിട്ട് ഭക്ഷണവും ഉറക്കവും എല്ലാം ഉപേക്ഷിച്ച് പ്രാണവായുവിനെ പോലും പിടിച്ചു നിർത്തുന്ന ഒരു യോഗിയെ കാണുന്ന പോലെ എല്ലാവരും അത്ഭുതത്തോടു കൂടി ഭീഷ്മരെ കാണുകയായിരുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഇനി ഒന്നും ബാക്കിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രാണവായുവിനെ അസ്ഥികളുടെ ഇടയിൽ ഇങ്ങനെ പിടിച്ചു നിർത്തിയിരിക്കുകയാണ്. എല്ലാവരും അവരവരുടെ കവചങ്ങളും ആയുധങ്ങളൊക്കെ മാറ്റിവെച്ച് ഇരുപക്ഷത്തെയും യോദ്ധാക്കൾ ഭീഷ്മരുടെ ചുറ്റും ഒത്തുകൂടി. ഭീഷ്മർ കണ്ണു തുറന്നു, ചുറ്റും എല്ലാവരെയും നോക്കി. എന്നിട്ട് തല കുറച്ച് ഇങ്ങോട്ട് അനക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, കൈ ഉയർത്തിയിട്ട് പറഞ്ഞു, എനിക്ക് കുറച്ച് വെള്ളം വേണം കുടിക്കാൻ.
ഇത് കേട്ടുടൻ തന്നെ കൗരവർ ഒരു കൂട്ടം പാത്രങ്ങളിൽ തണുത്ത ജലം കൊണ്ടുവരികയാണ്. അദ്ദേഹത്തിന് കഴിക്കാനായിട്ടുള്ള ഭക്ഷണം കൊണ്ടുവരുന്നു. ഇതെല്ലാം കൊണ്ടുവന്ന് ഭീഷ്മരുടെ മുമ്പിൽ വെച്ചു. ഭീഷ്മർ തല കുലുക്കിയിട്ട് പറഞ്ഞു, മനുഷ്യർ ആസ്വദിക്കുന്ന ഒന്നും ഞാൻ ഇനി ആസ്വദിക്കാൻ പോകുന്നില്ല, അതൊന്നും ഞാൻ സ്വീകരിക്കത്തില്ല. ഈ മനുഷ്യരുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും ഞാൻ ഈ ശരശയിൽ കിടന്നതോടുകൂടി തീർന്നിരിക്കുകയാണ്. ഞാൻ മരണത്തെ മാത്രം കാത്തു നിൽക്കുകയാണ്. എവിടെയാണ് അർജുൻ? ഉടൻ തന്നെ അർജുൻ മുന്നോട്ട് വന്നു, കൈകൂപ്പി നമസ്കരിച്ചു. എന്നിട്ട് ഭീഷ്മരോട് ചോദിച്ചു, പിതാമഹ, ഞാൻ അങ്ങയ്ക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? അപ്പോൾ ഭീഷ്മർ പറഞ്ഞു, എൻ്റെ ശരീരം ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ ശരീരം മൊത്തം അസ്ത്രങ്ങളെ കൊണ്ട് കുത്തി നിറച്ചിരിക്കുകയാണ്. എനിക്ക് ഒരുപാട് വേദന ഉള്ളിൽ നിന്ന് അനുഭവപ്പെടുന്നു. എൻ്റെ തൊണ്ടയെല്ലാം വരണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് കുടിക്കാൻ വെള്ളം വേണം. അത് നിനക്ക് മാത്രമേ എനിക്ക് ആ വെള്ളം തരാൻ കഴിയുള്ളൂ. ഉടൻ തന്നെ അർജുൻ ഗാണ്ഡീവം എടുത്തു. അങ്ങയ്ക്ക് വേണ്ടി ഞാൻ ജലം കൊണ്ടുവരാം എന്ന് പറഞ്ഞ് ഭീഷ്മർക്ക് ചുറ്റും 3 പ്രാവശ്യം പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് ഗാണ്ഡീവത്തിൽ ഒരു അസ്ത്രം കോർത്തു. കുറച്ച് മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് പർജന്യാസ്ത്രത്തെ ആവാഹിച്ച് അത് ഭൂമിയിലേക്ക് എറിഞ്ഞു, ഭീഷ്മരുടെ തലയുടെ തൊട്ടടുത്തായിട്ട്. ഉടൻ തന്നെ ഏറ്റവും ശുദ്ധവും തണുത്ത ജലം ഭൂമിയിൽ നിന്നും ഉയർന്ന് അത് അമൃത് പോലെ രുചികരമായിട്ടുള്ള ആ വെള്ളം അത് നേരെ പൊങ്ങി ഭീഷ്മരുടെ വായിലേക്ക് വീഴുകയാണ്. ഇത് കണ്ടിട്ട് ക്ഷത്രിയരെല്ലാവരും വാ പൊളിച്ച് നിൽക്കുകയായിരുന്നു. അവർക്ക് എന്ത് പറയണമെന്ന് അറിയത്തില്ല. അവർ അർജുൻ്റെ ഈ ഒരു കഴിവിനെ കണ്ടിട്ട് അഭിനന്ദിക്കാൻ തുടങ്ങി. കൗരവരെല്ലാം അർജുൻ്റെ ഈ കഴിവിനെ കണ്ടിട്ട് വിറയ്ക്കാൻ തുടങ്ങി. ഭീഷ്മരുടെ ദാഹമെല്ലാം മാറ്റിയതിന് ശേഷം ഭീഷ്മരുടെ ദാഹം മാറിയതിന് ശേഷം ഭീഷ്മർ പറയുക, അർജുന, നീ ഒരു വീരയോദ്ധാവാണ്. നിൻ്റെ ഈ പ്രവൃത്തികൾ എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം നീ സാക്ഷാൽ നരഋഷിയാണ്. നീ ഭൂമിയിലെ ഏറ്റവും വലിയ യോദ്ധാവാണ്. നീയും കൃഷ്ണനും ഒത്തുകൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അസാധ്യമായിട്ട് ഈ ലോകത്തിൽ എന്താണ്? ദേവന്മാർക്ക് പോലും അസാധ്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയും. നീ എല്ലാ തരത്തിലുള്ള ദിവ്യാസ്ത്രങ്ങളും നിൻ്റെ കയ്യിലുണ്ട്. ഭീഷ്മർ ദുര്യോധനെ നോക്കി. എന്നിട്ട് പറഞ്ഞു, ധൃതരാഷ്ട്രപുത്ര, അർജുൻ്റെ ശക്തി നീ കണ്ടില്ലേ? ആർക്കും അർജുനെ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ കഴിയില്ല. ദേവന്മാരും അസുരന്മാരും ഒത്തൊരുമിച്ച് അർജുനെതിരെ നിൽക്കുകയാണെങ്കിലും അവർക്കും അർജുനെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയില്ല. അതുകൊണ്ട് ഇന്നത്തോടു കൂടി എല്ലാ ശത്രുതകളും അവസാനിക്കട്ടെ. ഞാൻ വീണതോടുകൂടി എല്ലാ യുദ്ധവും തീരട്ടെ. യുധിഷ്ഠൻ്റേതായിട്ടുള്ള രാജ്യം തിരിച്ചു കൊടുക്കൂ. എന്നിട്ട് സമാധാനത്തോടുകൂടി ജീവിക്കൂ. ഇത് നിനക്കും നിൻ്റെ വംശത്തിലുള്ള എല്ലാവർക്കും നല്ലത് വരുത്തൂ. പക്ഷേ നീ എൻ്റെ ഈ ഒരു ഉപദേശം കേൾക്കുന്നില്ല എങ്കിൽ എനിക്ക് ഒരുപാട് പശ്ചാത്തപിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. ഭീഷ്മർ സംസാരിക്കാൻ വളരെയധികം ബുദ്ധിമുട്ടി. അദ്ദേഹം ശബ്ദം ഇടറിക്കൊണ്ടിരിക്കുകയായിരുന്നു. വീണ്ടും അദ്ദേഹം കണ്ണടച്ചു. ദുര്യോധന ഒന്നും മിണ്ടിയില്ല. കർണൻ തൊട്ടടുത്തുകൊണ്ടായിരുന്നു. എന്നിട്ട് കർണൻ അത്ഭുതത്തോടു കൂടി അർജുനെ നോക്കുകയാണ്. എന്തായാലും യുദ്ധം തുടരും എന്ന് തന്നെയായിരുന്നു എല്ലാവരുടെയും ഒരു തീരുമാനം. എല്ലാ രാജാക്കന്മാരും ഭീഷ്മരെ വീണ്ടും ബഹുമാനിച്ചു. എന്നിട്ട് അവരവരുടേതായിട്ടുള്ള ശിബിരങ്ങളിലേക്ക് പോവുകയാണ്, അവരുടെ എല്ലാം കവചങ്ങൾ ധരിച്ചുകൊണ്ട്. ഹരേ കൃഷ്ണ. അങ്ങനെ എല്ലാ യോദ്ധാക്കളും
അവരവരുടെ കവചങ്ങളൊക്കെ ധരിച്ച് അവർ രഥത്തിലും കുതിരകളിലും കയറി യുദ്ധത്തിലേക്ക് പോവുകയാണ്. എല്ലാവരും നേരെ കുരുക്ഷേത്ര ഭൂമിയിലേക്ക്, യുദ്ധകളത്തിലേക്ക് പോവുകയാണ്. അസംഖ്യം യോദ്ധാക്കളും അവരെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു. അവരവരുടേതായിട്ടുള്ള ആയുധങ്ങൾ പിടിച്ചുകൊണ്ട് വലിയ വലിയ ആനകളും ചിഹ്നം വിളിച്ചുകൊണ്ട് ശക്തമായിട്ട് മുന്നോട്ട് പോവുകയാണ്. പല പല വാദ്യോപകരണങ്ങളും വായിക്കപ്പെട്ടു, ശംഖുകളും ഊതി എല്ലാവരും. അതേ സമയത്ത് കർണൻ്റെ ശിബിരത്തിൽ, കർണന് ചുറ്റും ഒരു കൂട്ടം സേവകർ കർണനെ യുദ്ധത്തിന് വേണ്ടി തയ്യാറാക്കുകയാണ്. കർണൻ്റെ കവചം എല്ലാവരും അണിയിച്ചു കൊടുത്തു. രത്നങ്ങൾ പതിപ്പിച്ച കവചം, കിരീടം ധരിച്ചു, കയ്യുറ ഇട്ടു. അതിനുശേഷം കൈകളെ സംരക്ഷിക്കാനുള്ള ആ കവചവും ധരിച്ചു. എന്നിട്ട് കർണൻ്റെ രഥത്തിൽ ആയിരക്കണക്കിന് അസ്ത്രങ്ങൾ ശേഖരിച്ചു വെച്ചു. ഇരുമ്പിൻ്റെയും സ്റ്റീൽ കൊണ്ടും നിർമ്മിച്ച പല പല അസ്ത്രങ്ങളും. അതുകൂടാതെ 50 വില്ലുകളും രഥത്തിൽ കയറ്റി. പലതരത്തിലുള്ള വാളുകൾ, ഗദകൾ, മഴുക്കൾ, പിന്നെ കുന്തങ്ങളും, ചെറിയ കുന്തവും നീളമുള്ള കുന്തവും. കർണൻ്റെ ദേഹത്ത് ചന്ദനവും സിന്ദൂരത്തിൻ്റെയും അലങ്കാരങ്ങളൊക്കെ സേവകർ അണിയിച്ചു കൊടുത്തു. ഏറ്റവും നല്ല സുഗന്ധമുള്ള പുഷ്പങ്ങൾ കൊണ്ടുള്ള മാലയും അണിയിച്ചു കൊടുത്തു. അതിനുശേഷം കർണൻ രഥത്തിലേക്ക് കയറുകയാണ്. അടുത്ത് നിൽക്കുന്ന ബ്രാഹ്മണരെല്ലാം ശുഭമന്ത്രങ്ങൾ ഉരുവിടുകയാണ്. എല്ലാ വാദ്യവിദ്വാൻമാരും അവരവരുടെ ഉപകരണങ്ങൾ വായിച്ചു. കർണൻ രഥത്തിൽ കയറി സാരഥിയെടുത്ത് പറയുകയാണ്, എത്രയും പെട്ടെന്ന് സാരഥി എന്നെ അർജുൻ്റെ മുമ്പിലേക്ക് കൊണ്ടെത്തിക്കും. സാക്ഷാൽ യമൻ പോലും അർജുനെ സംരക്ഷിക്കാനുണ്ടെങ്കിലും ഇന്ന് അവൻ എൻ്റെ നിന്ന് രക്ഷപ്പെടത്തില്ല. ഇന്ന് അവനെ ഞാൻ അടുത്ത ലോകത്തേക്ക് അയക്കുന്നതായിരിക്കും. അപ്പോൾ തന്നെ ദുര്യോധൻ അവിടെ കർണനുമായിട്ട് ഒത്തുചേരുകയാണ്. കൗരവ സൈന്യത്തിൻ്റെ ഏറ്റവും മുൻപന്തിയിൽ ഇവർ രണ്ടുപേരും രഥം ഓടിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇത് കണ്ടിട്ട് എല്ലാ യോദ്ധാക്കൾക്കും, കൗരവപക്ഷത്തുള്ള എല്ലാ യോദ്ധാക്കൾക്കും വലിയ പ്രചോദനം, പുതിയ ഉന്മേഷം ലഭിച്ചു. അവരെല്ലാവരും സന്തോഷം കൊണ്ട് അവരവരുടെ വെല്ലുകളുടെ ഞാണ് വലിക്കുകയാണ്. കർണൻ്റെ നിപ്പും ഭാവം കണ്ടിട്ട് ദുര്യോധൻ ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായി. ചിരിച്ചുകൊണ്ട് ദുര്യോധൻ പറഞ്ഞു, നിന്നിലൂടെ കർണ ഞാനൊരു നല്ല സേനാപതിയെ കണ്ടെത്തിയിരിക്കുകയാണ്. നമ്മുടെ സൈന്യത്തിന് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള കാര്യം എന്താണെന്ന് നീ പറയൂ. ഭീഷ്മർ പോയതോടുകൂടി നമുക്കൊരു സേനാനായകനില്ല, അതുകൊണ്ട് നീ തന്നെ നമ്മുടെ സേനാനായകനാകണം എന്ന് ദുര്യോധൻ പറയുകയാണ്. കർണൻ കൈ ഉയർത്തി എല്ലാ യോദ്ധാക്കളെയും കാണിച്ചിട്ട് പറയുകയാണ്, ഈ നമ്മുടെ കൂട്ടത്തിലുള്ള ഏത് യോദ്ധാവിന് വേണമെങ്കിലും നമ്മുടെ സേനാനായകനാകാൻ കഴിയും. ഇവർക്കെല്ലാം ആയുധന കലകളിൽ മികവുണ്ട്, എല്ലാ തരത്തിലുള്ള വീര്യവും ശൗര്യവും ഉണ്ട്. പക്ഷേ ഒരു വ്യക്തിയാണ് നമ്മുടെ നേതൃത്വം വഹിക്കേണ്ടത്. ആരെയും വിഷമിപ്പിക്കാൻ നമ്മൾ പാടില്ല. അതുകൊണ്ട് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ദ്രോണരെ തന്നെ സേനാനായകനാക്കണം. അദ്ദേഹം ഏറ്റവും മുതിർന്ന വ്യക്തിയാണ്, ഏറ്റവും പരിചയസമ്പന്നമായിട്ടുള്ള യോദ്ധാവാണ്, ഒരുപാട് യോദ്ധാക്കളുടെ ഗുരുവും കൂടെയാണ്. അതുകൊണ്ട് അദ്ദേഹം സേനാനായകനായിക്കഴിഞ്ഞാൽ ആർക്കും എതിർക്കാൻ കഴിയില്ല. ദേവന്മാരെങ്ങനെയാണോ ദേവന്മാരെങ്ങനെയാണോ കാർത്തികേയനെ സേനാനായകനാക്കിയത്, അതേപോലെ ദ്രോണാചാര്യരെ നമ്മുടെ സേനാപതിയാക്കുക. ദുര്യോധന അംഗീകരിച്ചു.
ദുര്യോധൻ ദ്രോണാചാര്യരുടെ അടുത്തെത്തി. ഇരുവരും ദ്രോണാചാര്യരെ ബഹുമാന സൂചകമായിട്ടുള്ള കാര്യങ്ങളൊക്കെ സംസാരിച്ചു. ചുറ്റും പല പല സംഗീത വിദ്വാൻമാരും ദ്രോണാചാര്യരെ സ്തുതിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ദുര്യോധൻ പറഞ്ഞു, നമ്മുടെ കൂട്ടത്തിലുള്ള എല്ലാ രാജാക്കന്മാരിൽ വെച്ച് അങ്ങേപ്പോലൊരു സംരക്ഷകൻ വേറെ ആരുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കണം, ദുര്യോധന എത്ര പൊളിറ്റിക്സ് ആണെന്ന്. നേരത്തെ ഓരോ സമയത്ത് ഓരോ ആൾക്കാരെ കാണുമ്പോഴും പലതുമാണ് പറയുന്നത്. അവൻ്റെ കാര്യം നടത്താൻ വേണ്ടി ആരെയും എന്തും പറയുന്നതാണ്. എന്നിട്ട് ദ്രോണാചാര്യയുടെ മുമ്പിൽ പറയും, അങ്ങ് ബ്രാഹ്മണനാണ്, ഉയർന്ന കുലത്തിൽ ജനിച്ച ആളാണ്, അങ്ങേക്ക് വേദങ്ങൾ അറിയാം, എല്ലാ തരത്തിലുള്ള കഴിവുകളും അങ്ങേക്കുണ്ട്. അതുകൊണ്ട് ദേവേന്ദ്രൻ എങ്ങനെയാണോ ദേവന്മാരെ നയിക്കുന്നത് അതേപോലെ നമ്മുടെ സേനാനായകനാകുക. അങ്ങുമായിട്ട് യുദ്ധക്കളത്തിൽ ആർക്കെങ്കിലും പോരാടാൻ കഴിയുമോ? അർജുനന് പോലും അങ്ങയുടെ മുമ്പിൽ പിടിച്ചിരിക്കാനുള്ള സാഹസമില്ലെന്നും. ദ്രോണാചാര്യർ അപ്പോഴും രഥത്തിൽ ഇങ്ങനെ ശക്തമായിട്ട് ഇങ്ങനെ നിൽക്കുക, വില്ലും പിടിച്ചുകൊണ്ട്. അദ്ദേഹത്തിൻ്റെ നരച്ച താടിയും മീശയും നല്ല പൊക്കമുള്ള ശരീരവും ഒരു ചന്ദ്രനെ പോലെ, രാത്രിയിൽ ഉദിച്ചിരിക്കുന്ന ചന്ദ്രനെ പോലെ കാണപ്പെട്ടു. വെള്ള വസ്ത്രത്തിലും കൈ ഉയർത്തി അനുഗ്രഹിക്കുന്ന മുദ്രയിൽ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വേദങ്ങളുടെ 6 ദർശനങ്ങളും അറിയാം, എനിക്ക് ആയോധന കലകളും അറിയാം. അതുകൊണ്ട് തീർച്ചയായിട്ടും പാണ്ഡുപുത്രന്മാരുമായിട്ട് യുദ്ധം ചെയ്യാൻ ഞാൻ തയ്യാറാണ്. പാഞ്ചാല ദേശത്തെ യോദ്ധാക്കളെയും സോമക പ്രദേശത്തുള്ള യോദ്ധാക്കളെയും ഞാൻ കീഴടക്കും. ശത്രുക്കളുടെ ഉള്ളിലെല്ലാം വലിയ ഭയം ഞാൻ സൃഷ്ടിക്കും. പക്ഷേ എനിക്ക് ദൃഷ്ടദ്യുമ്നനെ മാത്രം വധിക്കാൻ കഴിയില്ല. കാരണം ദൃഷ്ടദ്യുമ്നൻ ജനിച്ചു തന്നെ എന്നെ കൊല്ലാൻ വേണ്ടിയാണ്. അതിനെ അത്ര ഗൗരവത്തോടുകൂടി എടുക്കാതെ, ആ വാക്കിനെ അധികം ഗൗരവത്തോടുകൂടി എടുക്കാതെ ദുര്യോധനൻ ദ്രോണാചാര്യരെ സേനാനായകനായിട്ട് നിയമിക്കുകയാണ്. അതിൻ്റെ വേണ്ടുന്ന ചടങ്ങുകളൊക്കെ ചെയ്യുകയാണ്. ദുര്യോധൻ ഉള്ളിൽ ചിന്തിച്ചു, ദുര്യോധൻ സ്വയം ദൃഷ്ടദ്യുമ്നനെ ദ്രോണാചാര്യരിൽ നിന്നും അകറ്റി നിർത്താൻ ശ്രമിക്കാം എന്ന് ദുര്യോധൻ ചിന്തിക്കുകയാണ്. പക്ഷെ എന്നാലും ദുര്യോധന അത്ര വിശ്വാസമില്ല പാഞ്ചാല ദേശത്തിലെ രാജകുമാരനായ ദൃഷ്ടദ്യുമ്നന് ഇത്രയും ശക്തനായിട്ടുള്ള ദ്രോണാചാര്യരെ കീഴ്പ്പെടുത്താൻ പറ്റൂ. ഇതിനു മുമ്പേയും പല പ്രാവശ്യം ഇവർ തമ്മിൽ ഏറ്റുമുട്ടിയെങ്കിലും എപ്പോഴും ദ്രോണർ തന്നെയായിരുന്നു ഏറ്റവും ശക്തരായി കാണപ്പെട്ടത്. അതുകൊണ്ട് അതത്ര ഗൗരവത്തോടുകൂടി എടുക്കണമെന്ന് ദുര്യോധൻ കരുതിയില്ല. അങ്ങനെ ആ ആചാരങ്ങളൊക്കെ പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ കൗരവ യോദ്ധാക്കളെല്ലാവരും ഉറക്കെ സന്തോഷിച്ചു, ഉറക്കെ ജയ് ജയ് എന്ന് ഉറക്കെ പറഞ്ഞു. എന്നിട്ട് അവരുടെ എല്ലാ വാദ്യോപകരണങ്ങളെല്ലാം വായിച്ചു. അങ്ങനെ ദ്രോണർ രഥത്തിൽ കയറി യുദ്ധത്തിന് നേതൃത്വം വഹിക്കുകയാണ്. ദുര്യോധൻ ദ്രോണറുടെ തൊട്ടടുത്ത് നിന്ന് സഞ്ചരിക്കുകയാണ്. അങ്ങനെ യുദ്ധത്തിനായിട്ട് പോകുന്ന സമയത്ത് ദ്രോണർ പറഞ്ഞു, ദുര്യോധന, എന്നെ സേനാനായകനാക്കിയതിൽ ഞാൻ ഒരുപാട് നന്ദി രേഖപ്പെടുത്തുന്നു. ഇതിന് പ്രത്യുപകാരമായിട്ട് ഞാൻ എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു. നീ എന്താണ് ആഗ്രഹിക്കുന്നത് അതെന്നോട് പറയാൻ പറഞ്ഞു. ദുര്യോധൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറഞ്ഞു, അങ്ങ് എന്തെങ്കിലും ഒരു വരം എനിക്ക് തരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അങ്ങ് യുധിഷ്ഠിരനെ ബന്ദിയാക്കി എൻ്റെ മുമ്പിൽ കൊണ്ടുവരാൻ പറഞ്ഞു. ഇത് കേട്ടോടനെ ദ്രോണർക്ക് വലിയ അത്ഭുതം തോന്നി. ദ്രോണർ പറഞ്ഞു, കുന്തിപുത്രനായ യുധിഷ്ഠിരൻ എത്ര ഭാഗ്യശാലിയാണ്. നീ പോലും അദ്ദേഹത്തിൻ്റെ മരണം ആഗ്രഹിക്കുന്നില്ല, നീ അദ്ദേഹത്തെ ബന്ദിയാക്കാൻ മാത്രമേ ആഗ്രഹിക്കുന്നുള്ളൂ. ഇത് യുധിഷ്ഠിരൻ്റെ വലിയ ഗുണം തന്നെ. കാരണം ശത്രുക്കൾക്ക് പോലും യുധിഷ്ഠിരനെ കൊല്ലാൻ താല്പര്യമില്ല. പക്ഷെ എന്നാലും ഞാൻ ഒന്ന് ചോദിച്ചോട്ടെ, എന്തുകൊണ്ടാണ് നീ യുധിഷ്ഠിരനെ കൊല്ലണ്ട എന്ന് തീരുമാനിക്കുന്നത്? യുധിഷ്ഠിരനെ മരിക്കുന്നതിലൂടെ നീ ജയിക്കത്തില്ലേ? അതല്ലേ? അതോ
പാണ്ഡവരെ കൊല്ലുന്നതിന് പകരം അവരെ കീഴ്പ്പെടുത്തി നീ അവരുമായിട്ടൊരു സൗഹൃദം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുകയാണോ? ഉടൻ തന്നെ ഒരു ക്രൂരഭാവത്തോടു കൂടി ദുര്യോധൻ ചിരിച്ചിട്ട് പറഞ്ഞു, ദ്രോണാചാര്യ, യുധിഷ്ഠിരൻ്റെ മരണത്തോടു കൂടി ഞാൻ ജയിക്കത്തില്ല. കാരണം യുധിഷ്ഠിരൻ അഥവാ മരിക്കപ്പെടുകയാണെങ്കിൽ അർജുൻ ഒരുപാട് ക്രുദ്ധനാവും. അർജുൻ ഒറ്റയ്ക്ക് തന്നെ നമ്മുടെ കൗരവ സൈന്യത്തെ മുഴുവൻ തീർക്കും. എനിക്ക് എന്തായാലും മനസ്സിലായി, സാക്ഷാൽ ദേവന്മാർക്ക് പോലും ഈ പാണ്ഡവരെ കൊല്ലാൻ കഴിയില്ല. അപ്പോൾ യുധിഷ്ഠിരനെ ബന്ദിയാക്കിയാൽ മാത്രമേ എനിക്ക് ജയിക്കാൻ കഴിയൂ. യുധിഷ്ഠിരൻ നമ്മുടെ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ യുദ്ധം തീരും. അവരെ വീണ്ടും ഞാൻ ചൂതുകളിക്കായിട്ട് വെല്ലുവിളിക്കും. എന്നിട്ട് അവരെ വീണ്ടും കാട്ടിലേക്ക് പറഞ്ഞയക്കും. അതോടുകൂടി എൻ്റെ ജയം ഉറപ്പാകുന്നു. ഇത്രയും പറഞ്ഞ് ദുര്യോധനൻ ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. ദ്രോണാചാര്യ ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാതെ ഇങ്ങനെ നോക്കി നിൽക്കുകയായിരുന്നു. അതായത് ദ്രോണാചാര്യ വിചാരിക്കുക, ഇത്രയൊക്കെ ആയിട്ടും ഇവൻ്റെ മനസ്സ് മാറുന്നില്ലല്ലോ, ഇപ്പോഴും ചതിയും വഞ്ചനയും തന്നെ നിറഞ്ഞു നിൽക്കുകയാണ് ദുര്യോധൻ്റെ ഉള്ളിൽ എന്ന് ദ്രോണാചാര്യ ചിന്തിക്കുകയാണ്. പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ കർത്തവ്യം ചെയ്തല്ലേ പറ്റൂ എന്ന് ദ്രോണാചാര്യ ചിന്തിച്ചു. ഒരു ദീർഘശ്വാസം എടുത്തിട്ട് പറഞ്ഞു, വീരനായ അർജുനൻ യുധിഷ്ഠിരനെ സംരക്ഷിക്കുകയാണെങ്കിൽ യുധിഷ്ഠിരനെ ബന്ദിയാക്കുന്നത് ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് അർജുനെ എങ്ങനെയെങ്കിലും അകറ്റണം. സാക്ഷാൽ ദേവേന്ദ്രൻ, എല്ലാ ദേവന്മാരും കൂടെ ചേർന്ന് അർജുനെ വെല്ലുവിളിച്ചാൽ പോലും അവർക്ക് അർജുനെ കീഴ്പ്പെടുത്താൻ കഴിയില്ല, യുധിഷ്ഠിരനെ ബന്ദിയാക്കാൻ കഴിയില്ല. ഞാൻ അർജുൻ്റെ ഗുരുവായിരിക്കും, പക്ഷെ പ്രായം കൊണ്ട് അവൻ ഒരുപാട് ചെറുപ്പമാണ്. അതുകൂടാതെ ദേവന്മാരിൽ നിന്നും പല പല അസ്ത്രങ്ങളും അവർ നേടിയെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് എങ്ങനെയെങ്കിലും യുധിഷ്ഠിരനിൽ നിന്നും അർജുനെ അകറ്റണം. പിന്നെ ഞാൻ യുധിഷ്ഠിരനെ ബന്ദിയാക്കാൻ ശ്രമിക്കാം. ദുര്യോധൻ ദ്രോണാചാര്യരെ ആശ്വസിപ്പിച്ചു. ദുര്യോധന് നന്നായിട്ട് അറിയായിരുന്നു ദ്രോണരുടെ ഉള്ളിൽ പാണ്ഡവരോട് ഒരു സ്നേഹമുണ്ടെന്ന്. അതുകൊണ്ട് ദ്രോണാചാര്യരുടെ പ്രതിജ്ഞ ഉറക്കെ പ്രഖ്യാപിച്ചു ദുര്യോധന എല്ലാവരോടും. കാരണം ദ്രോണാചാര്യ വാക്ക് മാറ്റാതിരിക്കാനായിട്ട്. ഇത് കേട്ടതോടുകൂടി എല്ലാവർക്കും വലിയ സന്തോഷമായി. എല്ലാ കൗരവ യോദ്ധാക്കളും ചിന്തിച്ചു, ആർക്കാണ് ദ്രോണരെ കീഴ്പ്പെടുത്താൻ കഴിയുക? അതുകൊണ്ട് എന്തായാലും യുധിഷ്ഠിരൻ ബന്ദിയാകും എന്ന് വിചാരിച്ചു. ദുര്യോധൻ്റെ ഈ പദ്ധതി യുധിഷ്ഠിര മഹാരാജ് അറിഞ്ഞു. ഉടൻ തന്നെ അർജുനെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, അർജുന, നീ എത്ര യുദ്ധം ചെയ്യുകയാണെങ്കിലും എൻ്റെ അടുത്ത് നിന്ന് തന്നെ യുദ്ധം ചെയ്യണം. കാരണം ദ്രോണാചാര്യർ എങ്ങനെയെങ്കിലും എന്നെ ബന്ദിയാക്കാൻ നോക്കുകയാണ്. എന്നെ ബന്ദിയാക്കി കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ഈ യുദ്ധം തോൽക്കും എന്ന് പറയുകയാണ് യുധിഷ്ഠിര മഹാരാജ്. അർജുൻ ഗാണ്ഡീവം പൊക്കിക്കൊണ്ട് യുധിഷ്ഠിരനോട് പറയുകയാണ്, ഞാൻ ഒരിക്കലും അങ്ങേ മാറി നിൽക്കത്തില്ല, അങ്ങ് ധൈര്യമായിട്ടിരിക്കൂ. എനിക്കൊരിക്കലും ദ്രോണരെ കൊല്ലുന്നത് എനിക്ക് വിഷമമുള്ളൊരു കാര്യമാണ്. പക്ഷേ ഒരിക്കലും ദ്രോണരെ ഞാൻ അനുവദിക്കത്തില്ല അങ്ങേ ബന്ദിയാക്കാൻ, ഞാൻ ജീവനോടുള്ളിടത്തോളം കാലം. നക്ഷത്രങ്ങൾ ചിലപ്പോൾ ആകാശത്ത് നിന്ന് താഴെ വീഴും, ഭൂമി ചിലപ്പോൾ പൊടിയായിട്ട് മാറും. പക്ഷേ ദ്രോണർ ഒരിക്കലും എൻ്റെ കൺമുമ്പിൽ വെച്ച് അങ്ങേ ബന്ദിയാക്കത്തില്ലെന്ന് പറഞ്ഞു. ദുര്യോധൻ്റെ ഈ പദ്ധതിയെല്ലാം വെറുതെ ആകുന്നില്ല, സമാനമായിട്ടിരിക്കും പറഞ്ഞു. ഞാൻ എൻ്റെ പ്രതിജ്ഞയിൽ ഉറച്ചു നിൽക്കും, അങ്ങ് വിഷമിക്കേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ അർജുൻ രഥത്തിൽ കയറുകയാണ്. പാണ്ഡവ സൈന്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗത്ത് അർജുൻ നിൽക്കുകയാണ്. അർജുൻ്റെ അടുത്ത് തന്നെ ദൃഷ്ടദ്യുമ്നൻ, അഭിമന്യു എല്ലാവരും നിൽക്കുകയാണ്. അങ്ങനെ എല്ലാവരും അലറിക്കൊണ്ട് അടുത്ത ദിവസത്തെ യുദ്ധം ആരംഭിക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ അധ്യായം അവസാനിക്കുകയാണ്. അടുത്ത അധ്യായത്തിൽ ദ്രോണാചാര്യർ യുധിഷ്ഠിരനെ ബന്ദിയാക്കാൻ നോക്കുന്നതും അതിൽ ദ്രോണാചാര്യർ വിജയിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് നോക്കാം. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.